പ്രിയരെ, നാം ദിനേന നിർവഹിക്കുന്ന 5 വക്ത് ഫർള് നിസ്കാരങ്ങളിൽ അതിൽപ്പെട്ട റുക്കനായ ഫർളായ സുജൂദ് ദീർഘിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള വിഷയം എല്ലാവർക്കും അറിയാം. സുജൂദ് ദീർഘിപ്പിക്കാം. അത് സുന്നത്തായ നിസ്കാരമാവട്ടെ ഫർളായ നിസ്കാരമാവട്ടെ, സുജൂദ് ദീർഘിപ്പിച്ചുകൊണ്ട് നിർവഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് വലിയ പുണ്യം കിട്ടും. കാരണം അള്ളാഹുവുമായിട്ട് ഒരു അടിമ ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം അക്രബുമായ അബ്ദുമിൻ റബ്ബിഹി വഹുവ സാജിദുൻ, അവൻ സുജൂദ് ചെയ്യുന്ന സമയത്താണ്, സാഷ്ടാംഗത്തിൽ വീഴുന്ന സമയത്താണെന്ന് ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ ഏതൊക്കെ നിസ്കാരങ്ങളിൽ ആർക്കൊക്കെയാണ് ഈ സുജൂദ് ദീർഘിപ്പിക്കാൻ പറ്റുന്നത്, അതുപോലെ തന്നെ ഈ സുജൂദ് ദീർഘിപ്പിക്കുമ്പോൾ ചൊല്ലേണ്ട സുന്നത്തായിട്ടുള്ള ദുആകൾ ഏതെല്ലാം, അത് മനസ്സിലാക്കും മുന്നേ നമുക്ക് ഏതൊക്കെ നിസ്കാരങ്ങളിൽ ഇങ്ങനെ ദീർഘിപ്പിച്ചുകൊണ്ട് സുജൂദ് ചെയ്തുകൊണ്ട് ഈ സുന്നത്തായിട്ടുള്ള ദുആകൾ ഏതൊക്കെ നിസ്കാരങ്ങളിൽ പറ്റും. മെയിനായിട്ട് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ഏത് നിസ്കാരമാണെങ്കിലും, അത് ഫർള് നിസ്കാരമാണെങ്കിലും സുന്നത്ത് നിസ്കാരമാണെങ്കിലും നമുക്ക് സുജൂദ് ദീർഘിപ്പിക്കാം. എന്നിട്ട് ഇനി പറയാൻ പോകുന്ന ദുആകൾ ചെയ്യാം, ദീർഘിപ്പിച്ചുകൊണ്ട് ദുആ ചെയ്യാം. അതേ സമയത്ത് സംഘടിതമായ ജമാഅത്തായിട്ട് നിർവഹിക്കുമ്പോൾ മഅ്മൂമിന് മാത്രം സ്പെഷ്യലായി ദീർഘിപ്പിക്കാൻ പാടില്ല. കാരണം എന്താണ്, മഅ്മൂമ് കുറെ ബാക്കിലായിപ്പോയി, ഇമാമിന്റെ കുറെ ബാക്കിലായിപ്പോയി, 2 ഫർളിനേക്കാൾ കൂടുതൽ പിന്തിയാൽ തന്നെ നിസ്കാരം ബാത്തിലാവുമെന്നാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജമാഅത്തിലാണെങ്കിൽ ആ ഇമാമ് എത്ര ഖദറിലാണോ അവിടെ സുജൂദ് ദീർഘിപ്പിക്കുന്നത് അത്രയും സുബ്ഹാന റബ്ബിൽ അഅ്ലാ ബിഹംദി എന്ന് 3 വട്ടം ചൊല്ലി അവസാനിപ്പിക്കുന്ന രൂപമാണ് ജമാഅത്തായിട്ട് നിർവഹിക്കുമ്പോൾ മഅ്മൂമ് സ്വീകരിക്കേണ്ട രൂപം. അപ്പൊ പ്രാഥമികമായ ഇത്തരം മസലകൾ നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി ഈ സുജൂദിൽ ദീർഘിപ്പിക്കുമ്പോൾ ഏതൊക്കെ ദുആകളാണ് ചൊല്ലേണ്ടത്. അപ്പോൾ ഈ ദീർഘിപ്പിക്കുന്ന സുജൂദിൽ സുബ്ഹാന റബ്ബിൽ അഅ്ലാ ബിഹംദിഹി എന്ന് നാം ചൊല്ലുക. സുബ്ഹാന റബ്ബിൽ അഅ്ലാ ബിഹംദി, സുബ്ഹാന റബ്ബിൽ അഅ്ലാ ബിഹംദി. അതിനുശേഷം സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ് എന്ന ദിക്ർ ചൊല്ലുക. അതിനുശേഷം അല്ലാഹുമ്മ ലക സജദ്തു വബിക ആമൻതു വലക അസ്ലംതു സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശക്ക സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇനി അടുത്ത ദുആ വരുന്ന അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിളാക മിൻ സഖതിക വബിമുആഫതിക മിൻ ഉഖൂബതിക വഅഊദു ബിക മിൻക ലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി കുല്ലഹു ദിക്കഹു വജില്ലഹു വഅവ്വലഹു വആഖിറഹു വഅലാനിയതഹു വസിർറഹു. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇത്തരം ദുആകൾ ഈ ദീർഘിപ്പിക്കുന്ന സുജൂദിൽ നാം കൊണ്ടുവരിക. എന്താണ് സുബ്ഹാന റബ്ബിൽ അഅ്ലാ ബിഹംദിയുടെ അർത്ഥം? എൻ്റെ റബ്ബ് പരിശുദ്ധനായിരിക്കുന്നു, റബ്ബിന്റെ പരിശുദ്ധി, എൻ്റെ റബ്ബിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തിയിരിക്കുന്നു. അൽ അഅ്ലാ ഉന്നതനായ എൻ്റെ റബ്ബിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തിയിരിക്കുന്നു. ബിഹംദിഹി അല്ലാഹുവിനെ സ്തുതിക്കുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനെ നാം 3 വട്ടം ആവർത്തിക്കുന്നു. എന്നിട്ട് പറയുന്നു അല്ലാഹുമ്മ ലക സജദ്തു, അല്ലാഹു നിനക്ക് വേണ്ടി ഞാൻ സുജൂദ് ചെയ്തു. വബിക ആമൻതു നിന്നെ കൊണ്ട് മാത്രം ഞാൻ വിശ്വസിച്ചു. വലക്ക അസ്ലംതു നീ പറഞ്ഞത് എങ്ങനെയാണ് അതനുസരിച്ചുകൊണ്ട് ഞാൻ മുസ്ലിമായി, ഞാൻ അതെല്ലാം അംഗീകരിച്ചു, സ്വീകരിച്ചു. സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു ശക്ക സമഅഹു ബസറഹു, എൻ്റെ മുഖം സുജൂദ് ചെയ്തിരിക്കുന്നു. ഏത് മുഖാണ്? ഖലഖഹു ആ മുഖത്തിനെ സൃഷ്ടിച്ച, വസവ്വറഹു രൂപം നൽകിയ, ആ വശക്ക സമഅഹു ആ മുഖത്തിന് കേൾവി ഇട്ട് തന്ന, വബസറഹു കാഴ്ച ഇട്ട് തന്ന, ബിഹൗലിഹി വഖുവ്വതി അല്ലാഹുവിന്റെ കഴിവ് കൊണ്ട് ഇത്തരം അനുഗ്രഹങ്ങൾ എനിക്ക് ചെയ്തു തന്ന. എൻ്റെ മുഖം സുജൂദ് ചെയ്തു എന്ന് പറഞ്ഞാൽ എൻ്റെ ബോഡി സുജൂദ് ചെയ്തു. ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന അല്ലാഹുവിന് സുജൂദ് ചെയ്തു. തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, തബാറക്കല്ലാഹു അല്ലാഹു മീതെയായിരിക്കുന്നു, അഹ്സനുൽ ഖാലിഖീൻ അവന് ഉന്നതനായ സൃഷ്ടാവായ അല്ലാഹു മീതെയായിരിക്കുന്നു. എന്നിട്ട് അടുത്ത ദുആ അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിളാക, അല്ലാഹുവേ ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു, ബിറിളാക നിന്റെ തൃപ്തി കൊണ്ട്, മിൻ സഖതിക നിന്റെ തൃപ്തി എന്നുള്ള വലിയ ഗുണം മുൻനിർത്തിക്കൊണ്ട് നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു. മിൻ സഖതിക നിന്റെ കോപത്തിൽ നിന്ന് കാവലിനെ തേടുന്നു. വബിമുആഫതിക മിൻ ഉഖൂബതിക നിന്റെ അഫൂ എന്നുള്ള വലിയ ഗുണം മുൻനിർത്തിക്കൊണ്ട് നിന്റെ ശിക്ഷയിൽ നിന്ന് ഞാൻ കാവലിനെ തേടുന്നു. വഅഊദു ബിക നിന്നെ തന്നെ ഞാൻ മുൻനിർത്തിക്കൊണ്ട്, മിൻക നിന്നിൽ നിന്നുണ്ടായേക്കാവുന്ന അദാബുകളിൽ നിന്ന് ഞാൻ കാവലിനെ തേടുന്നു. ലാ ഉഹ്സി സനാഅൻ അലൈക നിന്നെ പ്രശംസിക്കാൻ എനിക്ക് കഴിയുന്നില്ല. കമാ അസ്നൈത അലാ നഫ്സിക നീ എത്രമാത്രം നീ നിന്റെ നഫ്സിനെ തന്നെ ഒരുപാട്
കുറെ വണ്ണമായ രൂപത്തിൽ പ്രശംസിച്ചിട്ടുണ്ട്. ആ രൂപത്തിലൊന്നും എനിക്ക് നിന്നെ പ്രശംസിക്കാൻ വാഴ്ത്താൻ കഴിയുകയില്ല റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി കുല്ലഹു, അല്ലാഹു എൻ്റെ എല്ലാ ദോഷങ്ങളെയും നീ പൊറുക്കണേ. ദിക്കഹു വജില്ലഹു, ദിക്കഹു നിസാരമായ, ജില്ലഹു വണ്ണമായ ഏതെല്ലാം തെറ്റുകളുണ്ടോ അതെല്ലാം നീ പൊറുത്തു നൽകണേ അല്ലാ. വഅവ്വലഹു വആഖിറഹു, ആദ്യമേ ചെയ്ത തെറ്റുകൾ, വആഖിറഹു അവസാനത്തിൽ ചെയ്ത തെറ്റുകൾ, വഅലാനിയതഹു പരസ്യമായിട്ടുള്ള തെറ്റുകൾ, വസിർറഹു രഹസ്യമായിട്ടുള്ള തെറ്റുകൾ നീ പൊറുക്കണേ റബ്ബേ എന്ന് സുജൂദിൽ കിടന്നുകൊണ്ട് ആ സുജൂദിൽ നാം അധികരിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ അമലുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു എല്ലാവരുടെയും ഖൈറായ മുറാദുകൾ ഹാസിലാക്കട്ടെ. പുണ്യമായ ഇൽമിൻ്റെ ബറക്കത്തുകൊണ്ട് റബ്ബേ ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ. അല്ലാഹ് മാരകമായ രോഗങ്ങളിൽ നിന്ന്, ദീനീയ ഇൽമീയ ആത്മീയപരമായ ചൈതന്യത്തിൽ നിന്ന് വഴുതി പോകുന്ന എല്ലാ അവസ്ഥകളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. റബ്ബെ ഞങ്ങൾക്ക് ആഫിയത്ത് നിലനിർത്തണേ അല്ലാ, ഹിദായത്ത് നിലനിർത്തണേ റബ്ബെ. ഞങ്ങളെ നീ ഇസ്തിഖാമത്തിലായി നിലനിർത്തണേ റബ്ബെ. ഞങ്ങളുടെ ദുആനെ നീ സ്വീകരിക്കണേ റബ്ബെ. റബ്ബന ആതിന വആഖിറു ദഅവതിന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഉസീകും ബിദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.